ഹേ ഗായ്സ്, വെൽക്കം ടു ആംഗിൾസ് കിച്ചൺ. അപ്പോൾ ജോലോഫ് റൈസ് സംഭവമേ ഒരു നൈജീരിയൻ ഡിഷാണ് കേട്ടോ. പക്ഷെ നമ്മൾ കുക്ക് ചെയ്തേക്കുന്നത് ഇന്ത്യൻ ഓർഗാനിക് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം. ഇന്ത്യൻ ഓർഗാനിക് റൈസ് നല്ലോണം വാഷ് ചെയ്തിട്ടേ സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ടൊമാറ്റോ, ഒണിയൻ, ചില്ലി, ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തിട്ടേ ഒരു മിക്സർ ജാറിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോഴേക്കും ബേ ലീവ്സും ചോപ്പ് ഒണിയനും ആഡ് ചെയ്ത് ബ്രൗൺ ആവുന്ന വരെ കുക്ക് ചെയ്യാം. നമ്മൾ ഒണിയനെ ബ്രൗൺ ആയി വരുമ്പോഴേക്കും നമ്മൾ അരച്ച പേസ്റ്റും പിന്നെ സ്പൈസസും സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ടേ ചെറിയ രീതിയിൽ കുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ പേസ്റ്റേ കുക്കായിട്ട് ആ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ സോക്കി വെച്ച റൈസ് ആഡ് ചെയ്യാം. നമ്മുടെ റൈസേ നല്ലോണം മിക്സ് ചെയ്തിട്ട് ആവശ്യമുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ വെള്ളം തിളച്ചേ ഏകദേശം വറ്റി വരുമ്പോഴേക്കും ഫയർ വെള്ളം കുറച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ ഒരു 15 മിനിറ്റ്. നമ്മുടെ ഇന്ത്യ ഓർഗാനിക് പ്രൊഡക്ട്സിൻ്റെ ഒരു ലീഡിങ് എക്സ്പോർട്ടറാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് റൈസും എണ്ണയും പൾസസും വെജിറ്റബിൾസും എല്ലാം കയറ്റി അയക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഓർഗാനിക് പ്രൊഡക്ട്സ് ഗ്ലോബലി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, ഡിസ്കവർ ഇന്ത്യ എന്ന പേരിൽ. നമ്മുടെ ക്യാമ്പയിനെ ഒന്നുകൂടി എക്സൈറ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് കേട്ടോ. പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബയോയിൽ ലിങ്ക് കയറി നോക്കിയാൽ മതി. അപ്പോൾ അതെ ഇത്രയുള്ള പരിപാടി കേട്ടോ. കുറച്ചെടുത്തിട്ടേ ഒന്ന് ഊതിയിട്ടേ കഴിക്കാട്ടോ. നല്ല യൂണിക് റെസിപ്പീസേ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഒട്ടും വെയിറ്റ് ചെയ്യണ്ട, നേരെ പോയി പങ്കെടുക്കും. കുക്ക് റെസ്പോൺസിബിൾ.